രാഹുൽ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു കള്ളനാണ് രാഹുലാണെങ്കിൽ ആ വീഡിയോ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇടില്ല. രാഹുൽ എന്താണ് ഇത്, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ട്, അവർ ഒരുപക്ഷെ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനാണ്. രാഹുൽ നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ഐപാഡാണ്, അതൊക്കെ പോലീസ് എടുത്തുകൊണ്ട് പോയി ഒരു കസ്റ്റഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 3 കൊല്ലമെങ്കിലും എടുക്കും. ഈ കേസിൻ്റെ എൻക്വയറി കഴിഞ്ഞിട്ട് 3 കൊല്ലം കൊണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ വെറുതെ കൈമോശം വരണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം അതിനകത്ത് മോശമായ, ഇപ്പോൾ അദ്ദേഹം ഫോൺ വീഡിയോ അല്ലല്ലോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്താൽ പോയി ലാപ്ടോപ്പല്ല, അവൻ്റെ വീട് എടുത്തുകൊണ്ട് പോട്ടെ. അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ, അപ്പം അത്തരത്തിലുള്ള ഒരു ലെസ് ഇൻറ്റൻസിറ്റി ഉള്ള കേസ് വളരെ എന്താ പറയുക, അത് പർവ്വതീകരിച്ച് കാണിച്ച് രാഹുൽ ഈശ്വറിനെ വലിയ കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ്. നമ്മൾ വന്നിരിക്കുന്നത് മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മിഷൻ മെൻസ് കമ്മീഷൻ, കാരണം ആണുങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള വ്യാജ കേസുകൾ ഇതുള്ള അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ രാഹുൽ കേരളത്തെ ബാധിക്കുന്ന പല പല പ്രശ്നങ്ങൾ അതിസംബോധന ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഈ ആണുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഭാഗത്ത് കിടക്കില്ലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് രാഹുൽ ചർച്ച ചെയ്തൊരു വിഷയം ആണ് രാഹുലിനെ ഇപ്പോഴും ഈ ഒരു അകത്തിരിക്കാനുള്ള, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനുള്ള കാരണമെന്ന് ഞാൻ മാത്രമല്ല കേരള സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം അപ്സ്റ്റെയർ വേക്കൻ്റ് ഇല്ലാത്ത എല്ലാ മലയാളികളും വിശ്വസിക്കുന്നു.